വെൽക്കം ടു മൂവി ബ്രാൻഡ്. കുറച്ച് ദിവസങ്ങൾക്ക് മുൻപായിരുന്നു ഹേമ കമ്മിറ്റി റിപ്പോർട്ട് പുറത്തു വന്നത്. ഏറെ നാടകീയ സംഭവങ്ങൾക്കൊടുവിൽ റിപ്പോർട്ട് പുറത്തെത്തിയത്. റിപ്പോർട്ട് പുറത്തു വരുന്നതിനെതിരെ നടി രഞ്ജിനി ഹൈക്കോടതി സിംഗിൾ ബെഞ്ചിൽ സമർപ്പിച്ച ഹർജിയും തള്ളിയതോടെയാണ് റിപ്പോർട്ട് പുറത്തു വന്നിരിക്കുന്നത്. മിന്നുന്നതെല്ലാം പൊന്നല്ല എന്ന തരത്തിലാണ് റിപ്പോർട്ട് തുടങ്ങുന്നത് തന്നെ. ഇതിന് പിന്നാലെ നിരവധി സ്ത്രീകളാണ് തങ്ങൾക്ക് സിനിമയിൽ നിന്നുണ്ടായ ദുരനുഭവങ്ങളെക്കുറിച്ച് പറഞ്ഞ് രംഗത്തെത്തിയിരിക്കുന്നത്. അതിൽ വമ്പൻ താരങ്ങൾ ഉൾപ്പെടുമെന്നും മിന്നുന്നതെല്ലാം പൊന്നല്ല എന്ന് ഒരിക്കൽ കൂടി ഓർമ്മിപ്പിക്കുന്ന തരത്തിലാണ് വിവരങ്ങൾ പുറത്തെത്തുന്നത്. ഇതിന് പിന്നാലെ ബംഗാളി നടി ശ്രീലേഖ മിത്ര രഞ്ജിത്തിനെതിരെ വെളിപ്പെടുത്തലുകൾ ഏറെ ചർച്ചയായിരുന്നു. പിന്നാലെ നടൻ സിദ്ദിഖിനെതിരെയും നടി രംഗത്തെത്തിയിരുന്നു. നടി രേവതി സമ്പത്താണ് സിദ്ദിഖിനെതിരെ ഗുരുതര ആരോപണങ്ങളുമായി രംഗത്തെത്തിയിരുന്നത്. ഇതിന് പിന്നാലെ ഞായറാഴ്ച രാവിലെ തന്നെ നടൻ സിദ്ദിഖും സംവിധായകൻ രഞ്ജിത്തും അവരവരുടെ സ്ഥാനങ്ങളിൽ നിന്നും രാജിവെച്ചിരുന്നു. എന്നാൽ ഇപ്പോഴത്തെ ഈ വേളയിൽ നടി മഞ്ജു വാര്യർ പങ്കുവച്ച പോസ്റ്റാണ് വൈറലാകുന്നത്. ഇൻസ്റ്റഗ്രാമിൽ പങ്കുവച്ച വാക്കുകൾ ഇതിനോടകം വൈറലായി മാറിയിട്ടുണ്ട്. ഹേമ കമ്മിറ്റി റിപ്പോർട്ടിനും അതുമായി ബന്ധപ്പെട്ട് നടക്കുന്ന സംഭവ വികാസങ്ങൾക്കും പിന്നിൽ ഒരു സ്ത്രീയുടെ ദൃഢനിശ്ചയമാണ് എന്നാണ് മഞ്ജു പറയുന്നത്. നമ്മൾ ഒരിക്കലും മറക്കരുത്, ഇതിനെല്ലാം തുടക്കമിട്ടത് പൊരുതണമെന്ന ഒരു സ്ത്രീയുടെ ദൃഢനിശ്ചയമാണ് എന്നാണ് മഞ്ജു വാര്യർ കുറിച്ചത്. നടിയുടെ പോസ്റ്റിന് താഴെ നിരവധി പേരാണ് കമന്റുകളുമായി വന്നിരിക്കുന്നത്. മഞ്ജുവിന്റെ ഈ പോസ്റ്റ് പലർക്കുമുള്ള മറുപടിയായിട്ടാണ് പ്രേക്ഷകർ പറയുന്നത്. ഇത്രയും നാൾ നിശബ്ദമായി നിന്നത് ഇങ്ങനെ ചില കാര്യങ്ങൾ പറയാൻ വേണ്ടിയാണ്. മഞ്ജുവിന്റെ പോസ്റ്റ് ചർച്ചയായതോടെ നിരവധി പേർ മഞ്ജുവിനെതിരെയും രംഗത്തെത്തിയിരുന്നു. WCC രൂപീകരണത്തിന് മുൻപ് നിരവധി അവസരങ്ങൾ ലഭിച്ച ഒരു നടിക്ക് WCC അംഗമായ ശേഷം അവസരങ്ങൾ ഇല്ലാതായെന്നും റിപ്പോർട്ടിൽ പറയുന്നുണ്ട്. മാത്രമല്ല WCC സ്ഥാപക അംഗമായ ഒരേ ഒരു അംഗത്തിന് മാത്രം കൈനിറയെ നിരവധി അവസരങ്ങൾ ലഭിക്കുന്നുണ്ടെന്നും റിപ്പോർട്ട് പറയുന്നു. ഇവർ മാത്രമാണ് സിനിമാ രംഗത്ത് സ്ത്രീകൾക്ക് പ്രശ്നമില്ലെന്ന് ആവർത്തിച്ച് പറഞ്ഞത്. സിനിമാ രംഗത്ത് സ്ത്രീകൾക്കെതിരെ അതിക്രമം നടന്നത് താൻ കേട്ടിട്ട് പോലുമില്ലെന്നാണ് ഈ നടി പറഞ്ഞതെന്നും റിപ്പോർട്ടിൽ പറഞ്ഞിരുന്നു. ഹേമ കമ്മിറ്റി പരാമർശിക്കുന്ന നടി ആരാണെന്ന് വ്യക്തമല്ല. എന്നാൽ ഈ നടി മഞ്ജു വാര്യരാണെന്നാണ് സോഷ്യൽ മീഡിയയിലെ സംസാരം. മഞ്ജു വാര്യർക്ക് മാത്രമാണ് തുടരെ സിനിമയിൽ അവസരം ലഭിക്കുന്നത്. മലയാള സിനിമയിൽ സജീവമായി നിൽക്കുന്നത് മഞ്ജു വാര്യർ മാത്രമാണെന്നുമായിരുന്നു സോഷ്യൽ മീഡിയയുടെ കണ്ടുപിടുത്തം. ഇതിന്റെ പേരിലാണ് നടിക്ക് വിമർശനം വന്നുകൊണ്ടിരിക്കുന്നത്. 2017 കാറിൽ യാത്ര ചെയ്യുന്നതിനിടെ നടി ക്രൂരമായി ആക്രമിക്കപ്പെടുന്നത്. ഈ സംഭവത്തിന് പിന്നാലെയാണ് നടി പരാതി നൽകുന്നതും സംസ്ഥാന സർക്കാർ സിനിമാ മേഖലയിലെ അതിക്രമങ്ങൾ കണ്ടെത്താൻ ഹേമ കമ്മിറ്റിയെ രൂപീകരിക്കുന്നത്. സിനിമയിൽ സ്ത്രീകൾ നേരിടുന്ന വിവേചനങ്ങൾ സംബന്ധിച്ച് വിശദമായി പഠിച്ചു തയ്യാറാക്കിയ ജസ്റ്റിസ് ഹേമ കമ്മിറ്റി റിപ്പോർട്ട് 2019 ഡിസംബർ 31 സർക്കാരിന് കൈമാറിയത്. 2019 മുഖ്യമന്ത്രിക്ക് നേരിട്ട് നൽകിയ റിപ്പോർട്ടിൽ 300 പേജുകളാണ് ഉള്ളത്. 233 പേജുള്ള റിപ്പോർട്ട് പുറത്തുവിട്ടിരിക്കുന്നത് നടി ശാരദ, മുൻ IAS ഉദ്യോഗസ്ഥ KB വത്സല കുമാരി എന്നിവരായിരുന്നു കമ്മീഷൻ അംഗങ്ങൾ.